ഇന്ന് മാർച്ച് 23. ഇന്നത്തെ വിശുദ്ധനെ പറ്റി നമുക്കറിയാം. മോഗ്രോവേയോയിലെ ടുറുബിയൂസ് മെത്രാൻ. സ്പെയിനിൽ മോഗ്രോവോയോ എന്ന സ്ഥലത്ത് 1538 നവംബർ 6 ടുറുബിയൂസ് പൂജാതനായി. ഭക്തകൃത്യങ്ങൾ പാരമ്പര്യമെന്ന വണ്ണം അനുഷ്ഠിച്ചു വന്നിരുന്ന കുടുംബത്തിൽ വളർന്നു വന്ന ബാലൻ സകലർക്കും ഒരു മാതൃകയായിരുന്നു. ഒഴിവു സമയമെല്ലാം അവൻ ഭക്തകൃത്യങ്ങൾക്കോ ദരിദ്ര സേവനത്തിനാണോ വിനിയോഗിച്ചിരുന്നത്. അനുഭവമായിരുന്നു ജീവിത തപസ്. കാൽനടയായി വിദൂര തീർത്ഥങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ തപോജീവിതത്തിനിടയ്ക്ക് ടുറുബിയൂസ് സിവിൽ നിയമങ്ങളും സഭാ നിയമങ്ങളും പഠിച്ച് പ്രാവണ്യം നേടിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭൂപതി ഫിലിപ്പ് ദ്വിതീയൻ അദ്ദേഹത്തെ ഗ്രനഡയിലെ ന്യായാധിപനായി നിയമിച്ചു. പ്രസ്തുത ജോലിക്കിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തെക്കേ അമേരിക്കയിലെ പെറു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ലീമയിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചത്. ഈ ബഹുമതി ഉപേക്ഷിക്കാൻ അദ്ദേഹം വളരെ ഉത്സാഹിച്ചുവെങ്കിലും പരിശുദ്ധ പിതാവ് അദ്ദേഹത്തോട് പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കാൻ ആജ്ഞാപിച്ചു. 1587 ടുറുബിയൂസ് ലീമയിലെത്തി ആർച്ച് ബിഷപ്പിൻ്റെ ജോലികൾ ഏറ്റെടുത്തു. ലീമ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു. ദീർഘമായ ദാനപ്രാർത്ഥനകൾക്ക് ശേഷമാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ദിവസം തോറും പാവസങ്കീർത്തനം കഴിച്ചിരുന്നു. രൂപതയുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം 3 പ്രാവശ്യം സന്ദർശിച്ചു. 100,000-ഓളം കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനേകരെ ജ്ഞാനസ്ഥാനപ്പെടുത്താനും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകാനും ഈ യാത്രകൾ ഉപകരിച്ചു. അമേരിക്കയിലെ 1ാമത്തെ സെമിനാരി ടുറുബിയൂസ് ആണ് സ്ഥാപിച്ചത്. 13 രൂപത സുനൂഹദോസുകളും 3 പ്രാദേശിക സുനൂഹദോസുകളും അദ്ദേഹം നടത്തി. ദരിദ്രർക്ക് ധർമ്മം നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്താഭ്യാസം. രൂപതയിൽ 3ാമത് സന്ദർശനം നടത്തുമ്പോഴാണ് മരണകരമായ രോഗം പിടിപെട്ട് 1606 മാർച്ച് 23 അദ്ദേഹം അന്തർധാനം ചെയ്തത്. തിരുപാതയം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് പറയപ്പെട്ട സംഗതികളോർത്ത് ഞാൻ ആനന്ദിച്ചു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. വിചിന്തനം. ആർച്ച് ബിഷപ്പ് ടുറുബിയൂസ് അധ്വാനത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ആത്മീക പുരോഗതിക്ക് ഉത്തമ മാർഗങ്ങൾ അധ്വാനവും ദാനധർമ്മവും തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാനാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാനാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാനാമത്തിലാമേ.